ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആൽക്കഹോളിൻ്റെ എഫക്റ്റ്, GI ട്രാക്റ്റിൽ ആൽക്കഹോളിൻ്റെ എഫക്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈഥൈൽ ആൽക്കഹോളാണ് എല്ലാ ബിവറേജസിലെയും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാകുന്നത് ഫെർമെൻറ്റേഷൻ, ഷുഗർ ഫെർമെൻറ്റ് ചെയ്താണ് ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാകുന്നത്. ഇത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു കളർലെസ് വോളറ്റൈൽ ഇൻഫ്ലൈമബിൾ ലിക്വിഡാണ്. അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ കുടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ലോക്കൽ എഫക്റ്റ് വാംത, ചൂട് തോന്നും. പിന്നെ സലൈവറി സെക്രീഷൻ കൂടും. അതിൽ ഗ്യാസ്ട്രിക് മ്യൂസയിൽ ഒരു ഇറിറ്റൻ്റ് ആക്ഷൻ ഉണ്ട് ഈ ആൽക്കഹോളിന്. ഒരു 50 ml 7 to 10% ആൽക്കഹോൾ നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടും. അത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഹിസ്റ്റമിൻ, അതുപോലെ തന്നെ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ചില സംഗതികൾ ഗ്യാസ്ട്രിക് ആൻഡ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത്. നേരെ മറിച്ച് ഇത് 15% കൂടുതലുള്ള ആൽക്കഹോളാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ അത് ഈ മോട്ടിലിറ്റീനെയും കുറക്കും, ഗ്യാസ്ട്രിക് സെക്രീഷനെയും കുറക്കും. ഈ എഫക്റ്റ് കുറേ മണിക്കൂറുകളോളം നിലനിൽക്കുകയും ചെയ്യും. ഈ 15%-നും കൂടുതൽ പെർസെൻറ്റേജുള്ള ആൽക്കഹോളാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ അത് എല്ലാം കൊണ്ടും ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഓഫ് ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ എല്ലാം കൊണ്ടും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് ശരിക്കും ഒരു ടോക്സിക് എഫക്റ്റ് ഈ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഗ്യാസ്ട്രിക് ഇറോഷൻ, ഈ വയറിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ വ്രണങ്ങൾ, അതുപോലെ തന്നെ പെയിൻ, വയറിൻ്റെ അകത്ത് പെയിൻ വരാം, വോമിറ്റിങ് വരാം, നോസിയ ആൻഡ് വോമിറ്റിങ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈഥൈൽ ആൽക്കഹോളിൻ്റെ അബ്ഡോമൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിലുള്ള എഫക്റ്റ്. അപ്പോൾ ഡോസ് തീരെ കുറവാണെങ്കിൽ ഇതൊരു നല്ല ആപ്പിറ്റൈസറാണ്. എന്ന് പറഞ്ഞാൽ 7 to 10%, അതൊരു 50 ml വരെ ഓക്കെ. അതിന് മുകളിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഇത് എന്തുകൊണ്ടും ദോഷമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.